അപ്പൊ നമുക്ക് നോക്കാല്ലേ. എന്തൊക്കെ ബഹളമായിരുന്നു. ഞാൻ സോപ്പിടുകയാണെന്ന് ധരിക്കരുത് സുഹൃത്തുക്കളെ. നമ്മുടെ ഞാനിവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു സാർ? അതൊക്കെ സൗകര്യമായിട്ട് പറയാം. മതി, സാവധാനം പറഞ്ഞാൽ മതി. ഇറങ്ങി വാടും. എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ? ഇങ്ങനത്തെ കോൺഫിഡൻസ് എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് അത്ഭുതം തോന്നുന്ന കോൺഫിഡൻസ് ആണ്. വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും പറയുന്നു, നേരത്താണോ എനിക്ക് ചെയ്യാൻ ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാവരും ഒത്തുപിടിക്കണം, അല്ലെ നമ്മുടെ ചിഹ്നം പോവും എന്ന് പറയുമ്പോ തന്നെ അതിനിപ്പോ നമ്മൾ നമ്മളല്ല, നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. മറുവശത്ത് പറയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല. നമ്മുടെ ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ. ഇത് എങ്ങനെ, എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത് പറയുന്നതിന്. എനിക്കറിയാം, പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ അല്ലേ. എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അത്ര ധൈര്യത്തോടെയല്ലേ ഇവര് പറഞ്ഞു കളയുന്നത്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ല. ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്? അപ്പൊ ഞങ്ങൾ ഭരണഘടന സംരക്ഷിക്കാൻ നിൽക്കുക. ഒന്ന് പറഞ്ഞു ഇപ്പം പൂതി പറയണല്ലേ. എന്നിട്ട് ഇവൻ അപ്പൊ തന്നെ ചോദിച്ചു രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട് വന്ന് മത്സരിക്കുന്നത്? ഒരു MLA എന്നൊക്കെ പറഞ്ഞ ആരാ അത് മറ്റേ ഇത് ഇലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിയുമ്പോ കിട്ടുന്ന ഒരു സാധനം. അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.